ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ബംഗാളി സംസാരിക്കാൻ പറ്റുള്ളൂ. 25-30. അപ്പൊ നമ്മള് ഗൈസ്, അപ്പൊ നമ്മളിപ്പം വന്നിട്ടില്ല എവിടെ വെച്ചാല് കൊണ്ടോട്ടി ഫെസ്റ്റിവൽ കാണാൻ വന്നാട്ടോ ഗൈസ്. അപ്പം ഇത് ഏപ്രിൽ 19 സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് വന്നത്. അപ്പം നമുക്ക് മെയ് 19 വരെയാണ് ഉള്ളത്. ഒരു മാസം ആണ് ഫെസ്റ്റിവൽ ഉള്ളത്. കൊണ്ടോട്ടി ഫെസ്റ്റിവൽ കുറെ കാലത്തെ ആഗ്രഹത്തിലാണ് കേട്ടോ. 14 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൊണ്ടോട്ടി ഫെസ്റ്റിവൽ അതുപോലെ കൊണ്ടോട്ടിത്തെ കോടിയും കാര്യങ്ങളൊക്കെ പൊക്കിയത്. അതിന്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള എന്താന്ന് കാണാട്ടോ. അപ്പൊ ഗൈസ്, നമ്മള് ഫെസ്റ്റിവൽ തുടങ്ങി അവിടെ എത്തിയാണ് കേട്ടോ. അപ്പം ഇതാണ് ബാക്ക്ഗ്രൗണ്ട്, മുൻഭാഗം വരുന്ന കേട്ടോ. ഇങ്ങനെയാണ് കൊണ്ടോട്ടി ഫെസ്റ്റിവലിന്റെ മുൻഭാഗം സെറ്റ് ആക്കിയത് വരെ. അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പൊ കൊണ്ടോട്ടി ഫെസ്റ്റിവൽ നമ്മള് കുറെ കാലത്തെ നമ്മള് കൊണ്ടോട്ടിക്കാരോടെ ആവുമ്പോ നമ്മള് പ്രത്യേകിച്ച് നമുക്കൊരു വൈബാണ് കേട്ടോ. അപ്പൊ ഇവിടെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് 30 രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത്. അപ്പൊ ഇത് എവിടെയെന്ന് വെച്ചാല് ബ്യൂട്ടി മാർക്ക് ഗോൾഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ. കൊണ്ടോട്ടി ചുക്കാൻ സ്റ്റേഡിയത്തിന്റെ അടുത്താണ് കേട്ടോ ഗൈസ് നമ്മള് കൊണ്ടോട്ടി ഫെസ്റ്റിവൽ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ മെയ് 19 അല്ല, മെയ് 15 വരെയാണ് ഉള്ളത്. ഇപ്പൊ ഇവിടുത്തെ അപ്പൊ കുട്ടൂസാണ് കേട്ടോ പൈസ ഇതൊക്കെ വാങ്ങിയാണ്ട് ലാസ്റ്റ് ഇതാക്കുന്നത്. കുട്ടൂസ് ടിക്കറ്റ് കാണിക്കൂ. പൈസ പിച്ചിന്റെ കൊടുത്താളാ. അതിപ്പോ നമുക്ക് ഇനി തിരിച്ചു കിട്ടലുണ്ടാവില്ല. വ്യത്യസ്തമായ കലാവിരുന്നുകൾ ഈ അവധിക്കാലത്ത് നിങ്ങൾ കുടുംബസമയം ക്ഷണിക്കുന്നു. കൊണ്ടോട്ടി ഫെസ്റ്റ് 2025 മെയ് 15 കൊണ്ടോട്ടി. അപ്പൊ ഗൈസ്, നമ്മള് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ആയിട്ട് തന്നെ ഒരു ഇന്ത്യ ഗേറ്റ് ആണ് കേട്ടോ വലിയ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒറിജിനൽ ഇന്ത്യ ഗേറ്റ് ഒന്നും പോയി കാണാൻ കഴിയാത്തവർക്കാണെങ്കിൽ ഇവിടെ കൊണ്ടോട്ടിയിൽ വന്നാൽ വെറും 30 രൂപക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇന്ത്യ ഗേറ്റ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 8 മണിക്ക് ഗാനമേളൊക്കെ സ്റ്റാർട്ടിങ് ആക്കുന്നത് ഇവിടെയാണ് കേട്ടോ. നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ പലതരം ഫുഡ് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ പറയാ, കയറിയാൻ വേണ്ടി ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ കണ്ടിറങ്ങി വരുമ്പോ ഇരിക്കാൻ സ്പേസ് കുറെ ഉണ്ട്. നമുക്ക് ഇന്ത്യ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി നോക്കട്ടെ ഗൈസ്. അപ്പൊ ഇനി കുട്ടീസ് ഇവിടെ കുറുമ കാണിക്കും. അവന്റെ ഒക്കെ പൈസ വാങ്ങിയതിന്റെ ഭാഷയാണ് കേട്ടോ. അപ്പം നമുക്ക് ചാട്ടിക്കോട്ടെ കയറല്ലേ ആദ്യം. എന്നെ കൊല്ലണോ? പിന്നെ അതേമാതിരി തോണി അവിടെ ഒരു ലവ് ചിഹ്നുണ്ട്. ഇപ്പൊ ഇവിടെ കുട്ടികളൊക്കെ കൊണ്ടുവന്ന ഫോട്ടോ ഒക്കെ എടുക്കാതെ സ്പെഷ്യൽ ഏരിയ സെറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ഒരു ലവ് ചിഹ്നത്തിന്റെ ഉള്ളില് അവിടെ ഉണ്ട്. പാട്ടായിട്ടുള്ള ഒരു കളിയിലാണ് കേട്ടോ. ബംഗാളി അറിഞ്ഞാലേ ബംഗാളി സംസാരിക്കാൻ പറ്റുള്ളൂ. കുട്ടൂസിന് അവിടെ ഇരുന്നാണ്ട് വീഡിയോ എടുക്കണ്ടേ, ഫോട്ടോ എടുക്കണ്ടേ. എന്തും കൊണ്ടോട്ടിയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുത്താലോ. പോരാപ്പത് കുട്ടൂസ് ഒറ്റക്ക് കറങ്ങാൻ പോവാണ്ട ഗൈസ്. അതാ പോണ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു 50 രൂപയ്ക്ക് കാശ്മീർ കണ്ടുവരാം ഗൈസ്. 50 രൂപയുണ്ട് കാശ്മീർ ഒരു ഉൾത്താഴ്വരയിലേക്ക് കയറാനുള്ളത്. അപ്പൊ ടിക്കറ്റ് എടുക്കട്ടെ, നമുക്ക് ഇവിടെ കയറാനും വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം ഇതാണ് കേട്ടോ പുറത്തത്തെ വ്യൂ. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ബസ് കണ്ടിട്ട് അല്ല കേട്ടോ ഗൈസ്. അപ്പൊ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറാണ്.
നമ്മളെ മിനിയൂട്ടിയില് അപ്പൊ ഗൈസ് വാവ്, ഇവിടെ അത്യാവശ്യം കേറിയപ്പോ തന്നെ നല്ല തണുപ്പ് അറിയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കേറുന്നത്. ഒരു ഗുഹന്റെ ഉള്ളിൽ കൂടെ, ഒരു മഞ്ഞുമല ഗുഹന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കേറാണ് ഗൈസ്. മഞ്ഞിന്റെ അറിയിക്കാനും വേണ്ടിയിട്ട് നല്ല പുകയൊക്കെ കൊടുത്തു കേട്ടോ. നടന്നോ നടന്നോ, ഇനി നടന്നോ. അപ്പൊ ഇവിടെ ഫുൾസ് അപ്പൊ കുട്ടൂസ് മഞ്ഞുമലയിൽ പോകും ഗൈസ്. അല്ലോ ആളവിടെ വീണ് ഗൈസ്. ആ വിളിക്ക് വീണ് ഓല്ലേ. ഇവിടെ വന്നിട്ട് നിങ്ങളെ എക്സ്പീരിയൻസ് 50 രൂപ കൊടുത്തുള്ള വെറുത്തുണ്ടോ? ഇതിനുള്ള കേറിയിട്ട് നല്ല എക്സ്പീരിയൻസാ. മണാലി പോയ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ടോ? ഇല്ലേ? 50 രൂപയ്ക്ക് വെറുത്താണോ? ഇല്ലല്ലേ? അപ്പൊ കുറച്ചുകൂടി കുറച്ചാല് ഒന്നുകൂടി ഉഷാറായിരുന്നു പൈസ. അപ്പൊ 50 രൂപയ്ക്ക് വെറുത്തല്ലാന്നാണ് ഇവര് പറയണത്. അപ്പൊ എത്ര ആവണം നിങ്ങളെ ഒരു കൗണ്ടിൽ? എത്ര ആവണം? 25-30. അപ്പൊ നമ്മള് ഉള്ളിലേക്ക് കയറുന്നേക്കാളും പൈസ കുറച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളി ആക്കാനാണ് ഇവര് പറയുന്നത്. നമ്മളെവിടെ സ്ഥലം? വടകര. ഇവിടെ തന്നെ കൊണ്ടോട്ടി ആൾക്കാരാണ്. അപ്പൊ കൊണ്ടോട്ടി ഫെസ്റ്റിവൽ നമ്മള് സ്വന്തം ഫെസ്റ്റിവലിൽ വന്നാട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് വന്ന് കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം. എല്ലാവർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു ഇതാണല്ലേ. നമുക്ക് മണാലി പോയി കാണാൻ പറ്റില്ലെങ്കിലും ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മളെ കുട്ടൂസ് ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ കുറച്ച് മീനുകളെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കുട്ടിയുടെ ഏയ് കുട്ടി പുക ഇങ്ങനെ അടിച്ചു വിടുകയാണ് കേട്ടോ ഗൈസ്. അപ്പം കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് അതിൽ അടിക്കണത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇതാണ് 8000 സ്ക്വയർ ഫീറ്റ് ആർട്ടിഫിഷ്യൽ കാശ്മീർ. 8000 സ്ക്വയർ ഫീറ്റ്. അപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ട് എന്താണ് എക്സ്പീരിയൻസ്? സൂപ്പറാണ്, അടിപൊളിയാണ്. 50 രൂപയ്ക്ക് വെറുത്താവുന്നുണ്ടോ? 50 രൂപ പക്ഷെ സൂപ്പർ ആണെന്നാ പറയുന്നത്. അപ്പൊ കണ്ട് കാശ്മീരിന്റെ അതേപോലെയാണ്. കാശ്മീരിന്റെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ സെറ്റാണ്. പക്ഷെ 50 രൂപ വെറുത്തല്ല എന്നാണ് ഓൻ പറയുന്നത്. അപ്പൊ എവിടെ സ്ഥലം? മഞ്ചേരി. മഞ്ചേരി. മഞ്ചേരി മഞ്ചേരി പേടിക്കുന്ന മഞ്ചേരി എവിടെയാണ്? മഞ്ചേരി വീട് എവിടെ? മഞ്ചേരിയാ? മോങ്ങം ചെറുത്തൂർ റോഡിനായിട്ട്. മോങ്ങത്താണ്. അപ്പൊ ആൾക്ക് പെട്ടെന്ന് പറയുമ്പോ ഒരു പേടി കാര്യം ആള് മറന്നു പോവാണല്ലോ. അപ്പൊ 50 രൂപയ്ക്ക് വെറുത്തല്ല, പക്ഷെ ഇപ്പൊ കൊള്ളാന്നാണ് ഇവര് പറയുന്നത് കേട്ടോ. ഓന്റെ തല മുട്ടിച്ചാണ് മൂറയാക്കിയാണ്. അതിന് അവ കൊടുക്കാണ് കേട്ടോ. അമ്മക്കൊന്നും ഇല്ലല്ലേ? അവ ഓള് വണ്ടി ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? പൊളിയാണോ? ആദ്യമായിട്ടാണോ വരുന്നേ? എവിടെ വീട്? ഒളവട്ടൂര്. എന്താ പേര്? നീരജ്. അപ്പൊ ആള് സൂപ്പറാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടാണ്. അപ്പൊ തണുപ്പ് വരുന്ന ഏരിയയില് എന്താ പറയാ, ഏസിന്റെ അടുത്തൊക്കെയാണ് ആള് വന്ന് നിക്കണത്.
അത് കയ്യിനുള്ള എക്സസൈസ് അല്ലേ? അപ്പൊ ഗൈസ് നമ്മൾ എക്സിറ്റ് ആവാം കേട്ടോ. അപ്പൊ ഇതില് വന്നിട്ട് ഇതിലാണ് ഗൈസ് എക്സിറ്റ് ആവും. ഓപ്പൺ കരോ. അപ്പൊ ഗൈസ് നമ്മൾ മണാലിന്ന് എന്താ ചൂടുള്ളവർ കൊണ്ടിട്ടേക്ക് എത്തി ഗൈസ്. അപ്പൊ നമ്മള് ഇറങ്ങി വരുമ്പം ഒരു ഫുഡ് കൗണ്ടർ ആട്ടോ, ഫുഡ് കോർട്ടിക്കാണ് ഗൈസ്. ഫുഡ് ഫ്രീയോ ഒന്നല്ല ഗൈസ്, പൈസ കൊടുത്താ ഫ്രീയാ. ഇന്നൂടി കൊളാക്കണണ്ടല്ലേ അതിന്റെ സമൂസ വേണ്ട. ഇപ്പൊ ഗൈസ് നമ്മൾ ഇതിലെ കയറി ബാഗ് കൂടെ ഇറങ്ങിട്ട് ഗൈസ്. പണ്ട് സ്കൂള് പഠിച്ചുമ്പോക്കെ ഭയങ്കര ആവേശം അതിനൊക്കെ. മാലമ്മല് സ്റ്റേഷനാളെ പേര് എഴുതുക, മോതിരത്തുമ്മല എഴുതുക. പക്ഷെ ഇനി പേര് എഴുതാണ്ട് ഒരാൾക്ക് കിട്ടിയില്ല, ഇനി വേറെ പേര് എഴുതാൻ പറ്റില്ലല്ലോ. അവിടെ നമ്മളത് വാങ്ങില്ല. അനു അങ്ങോട്ട് കേറിക്കോ, അവിടെയാണ് എന്റെ ലോകം വരുന്നത്. ഇപ്പൊ കയറ്റി ചോദിച്ചു, ഇപ്പൊ പറഞ്ഞാ വാങ്ങി വരും. ഇവിടെ മരണക്കിണറ്, അതുപോലെ ചാട്ടിക്കൊട്ട, പലതും ഉണ്ട് ഗൈസ്. ഗൈസ് ഇത് ഫസ്റ്റ് ടൈം കാണാം കേട്ടോ. മയിലിന്റെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ബേബീസിന്റെ കറങ്ങുന്നത് ഞാൻ ഫസ്റ്റ് ടൈം കാണാണേ. അപ്പൊ ഗൈസ് ചാട്ടിക്കൊട്ട വർക്കിംഗ് ആണ് ഗൈസ്. അപ്പൊ നമ്മള് കുട്ടൂസിനെ കയറ്റിയാണ് നമുക്ക് കയറാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ കേറും കേട്ടോ. സത്യം പറയല്ലോ, എനിക്ക് ഈ സാധനം ഭയങ്കര പേടിയാണ് ഗൈസ്. അതിന് മേലേക്ക് ഇങ്ങനെ പോകും, പള്ളിനുള്ളിൽ നിന്ന് എന്തൊക്കെ ഈ സാധനം ഇങ്ങനെ പൊങ്ങണമായി തോന്നുന്നു കേട്ടോ. പക്ഷേ എന്റെ മാപ്പിള എന്നെ വിടുന്നത് ആണല്ലേ, ഇന്ന് ആർപ്പൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്, നല്ല ആർപ്പൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കേറി അതിനേക്കാളും വലുതാ പോയി എൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കാം അല്ലേ. അത് നോക്കി ബായി അതിന്റെ ചോട്ടിൽ ഇരിക്കണ് ഗൈസ്. അതിന്റെ പൊട്ടി മണ്ടേക്ക് വീണാലോ നല്ല രസം ഉണ്ടാവൂലേ. അപ്പൊ ഗൈസ് ഇത് വർക്കിംഗ് ആവാൻ നിൽക്കുന്നുണ്ട് ഗൈസ്, വെയിറ്റിംഗിലാണ്. ആളെ ലോഡ് ചെയ്തോണ്ട് നിൽക്കാണ് കേട്ടോ. അപ്പൊ ഗൈസ് അടുത്തത് ഈ തോണി വർക്കായിട്ടുണ്ട്, അത്ര തന്നെ. അതിനും അതിനേക്കാളും വലിയ ആർപ്പൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. മേലെ ഒരുത്തി നല്ല കൂളായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷെ ആർപ്പും കരയൊക്കെ കേൾക്കുന്നുണ്ട്. മുകളിൽ ഒരുത്തനുണ്ട് കേട്ടോ ബ്ലാക്ക്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തോണിയാണ് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. അത്യാവശ്യം നല്ല മുകൾക്കും പോകുന്നുണ്ട് കേട്ടോ. അതിൽ ഇരിക്കണോലൊക്കെ സമ്മതിക്കണം. ഞാനൊക്കെ എപ്പോഴും ഇനി ചാടിയുണ്ടാവും. വീടെടുക്കാൻ പോയ തക്കത്തില് മാപ്പും മോനും വന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ടു. ഇതൊക്കെ ഒന്ന്, ഇത് ഫൗളല്ലേ? ഒന്നല്ല 3 തിന്നിട്ടോ. വയറ്റി നോക്കി കുടിച്ചോ, രണ്ടിനോ വയറ്റി നോക്കി കുടിച്ചോ.
ഇതിലൊക്കെ കയറുന്ന പോലെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ബ്രേക്ക് ഡാൻസിൽ വല്ലാത്ത ബ്രേക്ക് ആവും അല്ലെ ലൈഫ്. ഓരോരുത്തരുടെ ഫേസിലേക്ക് നമ്മൾ നോക്കുക. ഇത് ഗെയിമല്ലേ? ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഇവിടെ കൊറേ ഗെയിംസ് ഉണ്ട് ഗൈസ്. ടൈമില് റിംഗ് ഒക്കെ ഇട്ടാണ്ട് ഒരാൾ നിക്കണേ. കൺസിഡറാലോ ഫോൺ എടുക്ക്. ഇവിടെ ഒരാൾക്ക് പരാതി കണ്ണട വെച്ചൊന്നും റെഡി ആയില്ല. അപ്പൊ ആള് പോസ് ചെയ്യാൻ പോയി കാണുക ഗൈസ്. ഹലോ പോസിൽ വെച്ചിട്ട് ഷർട്ട് പോസ് ആക്കുന്നത്. അപ്പം ഇവിടെ 2 ചുള്ളമാരെ കിട്ടിയിട്ട് ഗായ്സ് ഒരു പവറാണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ വരുമ്പോ ഇവിടെ നിന്ന് കളിച്ചു നോക്കുക. 50 രൂപയാണ് കേട്ടോ. ടൈമിൽ റിങ് എനിക്ക് ഇതിട്ട് കണ്ടപ്പോ എന്താ ഓർമ്മ ആയതറിയാം, വേറൊരു കൂട്ടിട്ടുണ്ടല്ലോ ഇവിടെ തൊട്ട് ഇവിടേക്ക് വളരണ കൈമലൊക്കെ വളരണ കാൽ ഒരു ഇവിടെ ഒരാള് തീറ്റയിലാണ്. ഇവിടെ ഒരാള് മുഖം മറച്ചിട്ടുണ്ട്. ഇവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ കളിക്കണേ. ഗായ്സ് നമ്മൾ ഫൈനലി ചാട്ടിക്കൊട്ടി കയറാൻ പോവാണ് ഗായ്സ്. ടിക്കറ്റ് എടുക്കാണ്. അതിൽ കയറിയാൽ എന്തായാലും എന്റെ എക്സ്പ്രഷൻ ഞാൻ കാണിക്കൊല്ല ഗായ്സ്. ഞാൻ അങ്ങനെ ആർത്ത് വിളിച്ചു, അത്രക്ക് എക്സ്പ്രഷൻ ഉണ്ടാവും. പോവാ. അപ്പം 80 രൂപയാണ് കേട്ടോ ഗൈസ് ഒരാൾക്ക് ചാർട്ടിൽ കൊട്ടയിൽ കയറാൻ. കേറി അത് പോകുമ്പോത്തിന് ഇങ്ങനെ പോയി 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 ഇങ്ങനെ തിരിഞ്ഞ് 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 പോയി ഇതെന്താ ആട്ടണ്? ഇതോക്കി ഇതിന് ഡോറില്ല കേട്ടോ. കുട്ടിനെ വെച്ച് കേറുമ്പോ അപ്പൊ ഞങ്ങളോ നമ്മള് കുട്ടൂസിനെയും കൊണ്ട് ചാട്ടിക്കോട്ടെ കയറാൻ പോവാണ് ഗൈസ്. അപ്പൊ എല്ലാവരും കമന്റ് ബാഡ് കമന്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഗൈസ്. എല്ലാരും ഉണ്ടാവും ബാഡ് കമന്റ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ കുട്ടൂസിനെയും കൊണ്ട് ഇതിൽ കയറാണ് ഗൈസ്. എന്താവുക 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 ആർക്കറിയാം. കയറിയാലേ അതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ ഗൈസ് അല്ലേ കുട്ടൂസേ? കുട്ടു അല്ലേ? ആ ടാറ്റ. Hi guys, sorry. Hi guys. Bye. But guys, നമ്മൾ ഓന് മയക്കെടുക്കാൻ വേണ്ടിട്ട് ഓനെ പിടിച്ചു വലിക്കാണ്. അപ്പം ഓനെക്കാളും വലിയ പേടിയിലാണ് ഗൈസ് ഞാൻ എന്താവാൻ. ഞാൻ ഇന്ത്യയിൽ ഒരു വട്ടം കയറി നല്ല ഓർമ്മ ഉണ്ട്. ആർക്ക് വിളിച്ചിട്ട് ഞാൻ അവിടെ നാട്ടുകാരെ മൊത്തം ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലെ എക്സ്പ്രഷൻ ഞാൻ വീഡിയോയിൽ കാണിക്കില്ല, അത്ര തന്നെ. പക്ഷെ എന്റെ മാപ്പിള കാണിക്കും, അത് എനിക്കറിയാം അല്ലേ? ആണ്. പക്ഷെ ഞാൻ എക്സ്പ്രഷൻ കൊടുക്കില്ല. പേഴ്സാൽ ഞാൻ മുറുക്കി പിടിച്ചിരിക്കും. കുട്ടിനെ അവര് പിടിച്ചോളും, ഞാൻ പിടിച്ചില്ല, അത്ര തന്നെ. ഗായ്സ് നമ്മൾ ചാട്ടിക്കോട്ടയിൽ കയറി ഗായ്സ്. നമ്മൾ മുകൾക്കോട്ട് പോയോണ്ടിരിക്കാണ് ഗായ്സ്. മുകൾക്ക് പോയിട്ടില്ല, പക്ഷെ പോയോണ്ടിരിക്കാണ് ഗായ്സ്. അനുസേ ലാസ്റ്റ് ഒരു ഹായ് പറയൂ. മുറുക്കി പിടിച്ചോ, ചത്താലും വിടരുത്.
ചത്താലും വിടരുത് ട്ടോ. അപ്പം ഇവിടെയൊക്കെ ബാക്കിയൊക്കെ കേറിയോണ്ട് വേണ്ട. അയ്യോ ഗായ്സ് മുകൾക്ക് കേറാണേ. എനിക്ക് ഇതിന്റെ മുകൾക്ക് കേറുമ്പോഴാണ് പേടി. അതിനടിയൊക്കെ നോക്കാതെ മതി. ഇതില്ലേ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട എന്താ അറിയോ, നമ്മള് മേൽക്കാണ് നോക്കുക, അല്ലെങ്കിൽ അടിയൊക്കെ വേണ്ട. എങ്ങോട്ടും നോക്കണില്ല ഞാൻ. വേണ്ട ഞാൻ ഇറങ്ങാണ്. എനിക്ക് പേടിയാവുന്നുണ്ട്, സത്യം പറ എനിക്ക് പേടിയാവുന്നുണ്ട്. കേട്ടില്ല. ആ ചങ്ങല എന്താണില്ലേ, ഇതിലെന്താ ചങ്ങലൊന്നുമില്ല. കേട്ടോ പുടിച്ചോളി പക്ഷെ എത്തൂല. പുടിച്ചോളി 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 നിങ്ങൾ പുടിച്ചോളി. കുട്ടിനെ വിടരുതട്ടോ. ഞങ്ങളിപ്പോ ഇതിനെ കാണിച്ചു കൊടുത്തേ. മേ ബോബോ വരും. എന്റെ കാല് വരക്കുണ്ട് ഗൈസ്. നിങ്ങളെ പണിയല്ലേ ഇപ്പൊ അത് കാണിച്ചു കൊടുത്തേ. സാധനമാണ് ഒരു പേടിക്കാൻ. ഓനെ വിടരുതിട്ടോ കുട്ടനെ. ഞാൻ അങ്ങോട്ട് താഴത്തേക്ക് എത്തിയിട്ട് ഓനെ അങ്ങോട്ട് വെച്ചോളാം. ഇങ്ങനെ അടിയൊക്കെ ഇങ്ങനെ പോയാ അടങ്ങിക്ക് പൊന്നെ. ല്ലേ അതെ ഞാൻ വീട്ടായത്. അതെ ഞാൻ പിന്നെ നിർത്താൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ നല്ല പേടിക്കാൻ നിൽക്കുമല്ലോ. ഞാൻ നല്ല പേടിച്ച് കഴിച്ചു. അപ്പൊ കുട്ടൂസിന് ചെറിയ ഇളക്കാണ്ടപ്പോ ഒന്ന് ഇറങ്ങിയിട്ടായിരുന്നു. അത് ആ മേലങ്ങനെ പഠിച്ചു പേടിച്ചില്ലേ. ഞാൻ പേടിച്ചപ്പോ ഓൻ പേടിച്ചിട്ടാ. ഞെള്ളിൽ കയറണല്ലോ, തോണി കയറണല്ലോ. ആ തന്നെ ഒറ്റക്ക് കയറിക്കോളി വാപ്പി മോനെ. ഞാനില്ല. എങ്ങനെയുണ്ട് അതിൽ കേറിയിട്ട്? വലിയ ഫാസ്റ്റ് ഒന്നും ഇല്ല. ഫാസ്റ്റ് ഇല്ലേ? പേടിയൊന്നുമില്ലേ? ഒത്തിരി നിക്ക്. എവിടെ സ്ഥലം? ചെമ്മാട്. ചെമ്മാടോ? ഫസ്റ്റ് ടൈമാ കയറണേ? അല്ല, കൊറേ ടൈം കയറിനോ? ഒരു 3 അപ്പൊ അതിലെ ബെസ്റ്റ് ഏതാണ്? ഇതാണോ അതോ ആദ്യം കയറിയതാണോ? ആദ്യം കയറിയതാ. ചെറിയൊരു മഴ പാറ്റുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കുട്ടൂസിന്റെ തലയിലൊക്കെ നടന്നോട്ടെ. ഇവിടെ ഒരു എണ്ണിനെ കണ്ടപ്പോ ഓനെ ഒരു കുഴപ്പമില്ല. എന്നെ ചിരിച്ചേ. ഒരു എക്സ്പീരിയൻസ് ഇക്ക ഒന്ന് പറയട്ടെ ഗൈസ്. എങ്ങനെയുണ്ട്? ഇക്കാണോ പേടിച്ചിട്ടുണ്ട്? പക്ഷെ മുഖത്തൊന്നും കഴിക്കാതെ മുഖത്ത് അല്ല പേടി പിന്നെ എവിടെ കാണിക്കുക? മുഖത്തല്ലേ നമ്മളെ പേടി എന്ന് പറഞ്ഞാൽ ആദ്യം മുഖത്തല്ലേ കാണാം അല്ലേ? ഞാൻ പേടിച്ചപ്പോ പിന്നെ കുട്ടൂസ് ഇങ്ങനെ തലവണ്ട് ഇങ്ങനെ വലിക്കപ്പോ അതാണ് സംഭവിച്ചത്. അങ്ങനല്ലേ സംഭവിച്ചേ? അജ് പേടിച്ചോ? പറയും, ഇജ് പേടിച്ചോ? പേടിച്ചോ ഇല്ലേ? ഓനക്ക് ആ മുട്ട് കിട്ടണം. അതാണ് പഞ്ഞി ഊരി കളിച്ചാൽ എന്തായാലും ഒരു ഫുൾ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ എനിക്ക് പേടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ എനിക്ക് അതേ ചില പേടിയാണ്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ മറ്റു സ്ഥലത്തൊന്നും കയറാനില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചു എന്തിനാ കുട്ടീനെയും കൊണ്ട് കയറിയായത്? ഓരോന്ന് എക്സ്പീരിയൻസ് കിട്ടേ അല്ലേ? അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. അപ്പൊ ഞാൻ ജീവിതത്തിൽ കയറുമോ? നീ കയറുമോ ഇല്ല? പറയും ഇല്ല. കേറുന്ന് നമുക്ക് ചിന്തിച്ച് ആലോചിച്ച് നിൽക്കാതെ നല്ലൊരു സമയം വേഗം തന്നെ കടന്നു വരിക കേട്ടോ. അടുത്ത സമയം കൊണ്ട് തന്നെ അടുത്ത ഷോ ആരംഭിക്കുക, തുടക്കം കുറിക്കുക.
ദേഖാതോ മുകളുവാ. അപ്പൊ ഗൈസ് നമ്മൾ ഭരണിക്കിണർ കാണാൻ കയറിയതാണ് ഗൈസ്. ചുറ്റുമാണ് ഇത് 2 തട്ടാണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഴിഞ്ഞിട്ടില്ല ഗൈസ്, ഷോ തുടങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പം 100 രൂപയിൽ 20% ഓഫറൊക്കെ തന്നിട്ട് 80 രൂപയ്ക്കാണ് കേട്ടോ ടിക്കറ്റ്. അപ്പൊ ഷോ ആരംഭിക്കാൻ പോവുകയാണ് ഗൈസ്. എല്ലാവരും പെട്ടെന്ന് വരിക. ഞാൻ 2-3 വട്ടം കയറി കേട്ടോ. ഇത് എനിക്ക് അത്ര. അപ്പം കാറും ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിൽ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഒരു ലേഡി ഉണ്ട്. ലേഡി നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ കാണാം. ഓക്കെ മിസ്, വണ്ടി ഓട്ടുന്ന ലേഡി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനും വണ്ടി ഓട്ടും, പക്ഷെ ഈ മരണക്കിണറിൽ ഓട്ടില്ലാന്നുള്ളൂ. ഗായ്സ് നമ്മളെ ഇരുട്ടിലാക്കി ഗായ്സ്. അയ്യോ, അത് ആൾക്കാരെ ക്ഷണിക്കാനുള്ള ഒരു ട്യൂണാണ് ഗായ്സ്. ബൈക്ക് പാപ്പി മോന് നല്ലോണം മിഠായി കയറ്റാണ് ഇവിടെ. ഞമ്മള് പാവം, ഞമ്മൾക്കൊന്നും മിഠായി തരില്ല. അനിയോ കുറച്ചും കൊണ്ടു. അപ്പൊ ഗായ്സ് നമ്മൾ ദിവസം മുട്ടായി ഇടാണ് കേട്ടോ താഴത്തേക്ക്. ചാറ്റ് എടുത്താ. അപ്പൊ ഗായ്സ് ലേഡി എത്തിക്കണം കേട്ടോ. അതാണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഇതില് ബുള്ളറ്റ് ആണ് ഫസ്റ്റ് എടുത്തത്. അപ്പൊ ഗായ്സ് ലേഡി വണ്ടി സ്റ്റാർട്ട് ആക്കാൻ. അപ്പൊ എയറൊക്കെ ചെക്ക് ചെയ്താണ് കേട്ടോ വണ്ടി. എയർ ആണ്.
എങ്ങനെ ഉണ്ടായിരുന്നടാ? എങ്ങനെ സൂപ്പറാ സൂപ്പറാ. ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈമാ? ഭയങ്കര എക്സ്പീരിയൻസ് ആയില്ലേ? ലേഡീസിനൊക്കെ ഫസ്റ്റ് കാണണല്ലോ എങ്ങനെ? ലേഡീസിനും എത്ര പവർ ഒക്കെ ഉണ്ടെന്ന് ആണുങ്ങൾക്ക് മനസ്സിലായില്ലേ? സൂപ്പർ ഗൈസ്. ഇതാണ് ഫെസ്റ്റിവലിന്റെ ഫുൾ വ്യൂ വരുന്ന ഗൈസ്. മരടിക്കടലിൽ കയറിയാൽ ഫുൾ വ്യൂ നമുക്ക് കാണാം കേട്ടോ. ഫുൾ ആയിട്ടാണ്, ഫുൾ വൈബിൽ നമുക്ക് മേലെ നിന്ന് ആസ്വദിക്കട്ടെ ഗൈസ്. എന്തായാലും എല്ലാവരും വന്നാൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. എല്ലാതും പേടിണ്ടെങ്കിലും പേടില്ലാത്ത ഗൈസ്. കുറെ ആൾക്കാർ ഫാമിലി ആയതുകൊണ്ട് ഫ്രണ്ട്സ് ആയിട്ട് ഫുൾ വെയിറ്റിംഗ് ആയിട്ട് നമ്മൾ ഇറങ്ങി പോകാം ഗൈസ്. പോയി അയ്യോ ഞങ്ങളിവിടെ ലോക്കായി ഗൈസ്. അല്പസമയം കൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത ഷോ ആരംഭിക്കുക, തുടക്കം കുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ മരണക്കിണറിൽ സ്പെഷ്യലായിട്ട് വരുന്നത്. ഒരു ലേഡി കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ലേഡീനൊക്കെ മരണക്കിണറിൽ കാണുന്നത് കേട്ടോ. സോഷ്യൽ മീഡിയയിലൂടെ നിരഞ്ഞൊരു കൈയ്യടിയോടുകൂടി സ്വാഗതം ചാനൽ അമി പൊന്നാണ്. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ അറബിപ്പൊന്നോടിയൊരുക്കി അറവാതിന് പണിയും ഞാൻ അലീലി അലീലി കിനാവിന്റെ പൂന്തി
അപ്പൊ ഗൈസ് കുട്ടികൾക്കുള്ള നമ്മളെ മറ്റേ എന്താ ഇതിന്റെ പേര് എന്തായാലും എല്ലാവരും ഒന്ന് ഫാമിലി ആയിട്ട് വന്ന് അടിച്ച് പൊളിച്ച് പോവാ. നമ്മളെ കുറേ കൊല്ലത്തിന് ശേഷം വന്നാണ് കേട്ടോ കൊണ്ടോട്ടി ഫെസ്റ്റിവലും കൊണ്ടോട്ടി നേർച്ചയും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. അപ്പം എന്തായാലും ഓക്കെ ബൈ.